ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരു ചൊവ്വാഴ്ച കൂടെ നമുക്ക് ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ ലഭിച്ചതായി അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലേവ്യ യാഗങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചത്. അതിൽ ഒന്നാമത്തെ യാഗമായ ഹോമയാഗത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഹോമയാഗമൃഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് നാം ചിന്തിച്ചു പോരുന്നത്. ഹോമയാഗമൃഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ലേവ്യ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഹോമയാഗത്തെക്കുറിച്ചാണ് നമ്മുടെ കാണുന്നത്. നമുക്ക് ലേവ്യ പുസ്തകം ഒന്ന് എടുക്കാം. കഴിയുമെങ്കിൽ എല്ലാവരും ബൈബിൾ എടുക്കുക. നമ്മൾ ബൈബിൾ കൂടെ നോക്കിയിരിക്കണം. ഈ പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒപ്പം ബൈബിൾ കൂടെ നാം ശ്രദ്ധിക്കുന്നത് നമുക്ക് ആ കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ നല്ലതാണ്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ബൈബിളിൽ പല കാര്യങ്ങളും ഇപ്പോൾ ആ ഒരു വാക്യം അത് ഇന്ന സ്ഥലത്താണെന്ന് എനിക്കറിയാം. കാരണം ബൈബിളിൽ നോക്കി കണ്ട അത് അതിൻ്റെ ഒരു പിക്ചർ ഉള്ളിലുണ്ട്. അത് മറിച്ചെടുക്കണം. നമ്മൾ ഈ ബൈബിളിലൂടെ നോക്കി മറിച്ച് ഒരു മീറ്റിംഗ് ഇരിക്കുകയാണെങ്കിലും വാക്യം വായിക്കാൻ പറയുമ്പോൾ വായിക്കുന്നയാൾ മാത്രമല്ല, നമ്മൾ കൂടെ ബൈബിൾ മറിച്ചെടുക്കുകയാണെങ്കിൽ ആ വാക്യം വായിക്കുന്ന അതിൻ്റെ ഒരു പിക്ചർ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കും. അപ്പോൾ ഇന്ന ഭാഗത്ത് ഇന്നൊരു വാക്യം ഉണ്ടല്ലോ എന്ന് പതിഞ്ഞിരിക്കും. അത് കൂടുതൽ ഹൃദയസ്ഥമാക്കാൻ സഹായകമാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹോമയാഗമൃഗത്തിൻ്റെ 8 പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹോമയാഗത്തിൻ്റെ പ്രമാണങ്ങൾ ഓരോന്നോരോന്നായി എഴുതുമ്പോൾ 8 കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമുക്കൊന്ന് വായിക്കാം. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവെക്കണം. എന്നാൽ അത് അവനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും. അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. പുരോഹിതനായ അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടുക്കണം. പിന്നെ അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ അടുക്കി വെക്കണം. അതിൻ്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ഈ വായിച്ച വേദഭാഗം ഇതാണ് ഹോമയാഗത്തിൻ്റെ പ്രമാണങ്ങൾ. നാം ഇത് ചിന്തിക്കുമ്പോൾ ഈ ഹോമയാഗം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക്, ക്രൂശ് മരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തേക്കും വിരൽ ചൂണ്ടുന്നതാണ്. ആത്മീക അർത്ഥം നാം ചിന്തിക്കുമ്പോൾ, ഒന്ന്, യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു പോയിന്റാണ് നാം പഠിച്ചത്. യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കണം. അതുപോലെ തന്നെ ക്രിസ്തു ക്രൂശിൽ യാഗമാകുമ്പോൾ അവൻ ഊനമില്ലാത്ത കുഞ്ഞാടായിരുന്നു. പലരും സാക്ഷ്യപ്പെടുത്തി.
നാമും ഒരു യാഗവസ്തുവായി അർപ്പിക്കുമ്പോൾ റോമർ 12:1 എപ്പോഴും നാം ഓർത്തിരിക്കണം. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ നീക്കിക്കളയണം. അത് കീഴ്പടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 1, യാഗമൃഗം ഊനമില്ലാത്തത് ആയിരിക്കണം. 2, അതിന് 3-ാം വാക്യം, 2-ാമത്തെ കാര്യം 3-ാം വാക്യം, അവൻ വഴിപാടായി കന്നുകാലികൾ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. 2-ാമത്തെ കാര്യം, വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. നാം യാഗം കഴിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ അർപ്പിക്കണം. ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. എവിടെയെങ്കിലും അർപ്പിക്കാൻ പാടില്ല. ദൈവം പറഞ്ഞതുപോലെ തന്നെയല്ല ചെയ്യുന്നെങ്കിൽ അത് യാഗമല്ല, കൊലയാണ്. അതിനെ കൊല്ലുന്നതേ ഉള്ളൂ, വെറും ഒരു കൊലയാവുകയുള്ളൂ. അത് യാഗമാകണമെങ്കിൽ ദൈവം പറയുന്ന സ്ഥലത്ത് ദൈവം പറയുന്നത് പോലെ തന്നെ അർപ്പിക്കണം. ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോഴാണ് അത് യാഗമാകുന്നത്, അല്ലെങ്കിൽ വെറും കൊലയാണ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം, ലേവ്യ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ലേവ്യ 17-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ, യഹോവ കൽപ്പിച്ച കാര്യമാവിത്, ഇസ്രായേൽ ഗൃഹത്തിൽ ആരെങ്കിലും കാളയോ ആട്ടിൻകുട്ടിയെയോ കോലാടിനെയോ പാളയത്തിൽ വെച്ചെങ്കിലും പാളയത്തിന് പുറത്തു വെച്ചെങ്കിലും അറുക്കുകയും അതിനെ യഹോവയുടെ കൂടാരത്തിന്റെ മുമ്പിൽ യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അത് അവന് രക്തപാതകമായി എണ്ണേണം. അവൻ രക്തം ചൊരിയിച്ചു, ആ മനുഷ്യനെ അവന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയണം. ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോഴാണ് യാഗമാകുന്നത്, അല്ലാത്തതെല്ലാം കൊലയാണ്. മറ്റ് എവിടെയെങ്കിലും വെച്ച് അന്യ ദൈവങ്ങൾക്ക് യാഗമർപ്പിക്കുന്ന രീതിയുണ്ട്. യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരണം. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അതിനെ അർപ്പിക്കണം. ദൈവവചനം പറയുന്നത് പോലെ ക്രിസ്തു അങ്ങനെയായിരുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 15:3, തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നു ക്രിസ്തുവിന്റെ യാഗം. 1 കൊരിന്ത്യർ 15:3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. വചനം എന്തു പറയുന്നു അതുപോലെ ചെയ്യണം. നമ്മുടെ പ്രമാണങ്ങളോ നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ താല്പര്യങ്ങളോ നമ്മുടെ ആഗ്രഹപ്രകാരമല്ല. യാഗമാകുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ അർപ്പിക്കുമ്പോഴാണ്. വാതിൽക്കൽ വെച്ച് അതിനെ അർപ്പിക്കണം. 3, 4-ാം വാക്യം വായിക്കാം. 3-ാമത്തെ കാര്യം, യാഗം അർപ്പിക്കാൻ കൊണ്ടു ചെല്ലുമ്പോൾ ഒരു ആടിനെ യാഗമർപ്പിക്കാനായിട്ട് കൊണ്ടു ചെല്ലുന്നു. ആടിനെ യാഗമർപ്പിക്കാൻ കൊണ്ടു ചെല്ലുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് ഈ യാഗം അർപ്പിക്കുവാൻ, ഈ ഹോമയാഗം അർപ്പിക്കുവാനായിട്ട് കൊണ്ടു ചെല്ലുന്ന അർപ്പകനുണ്ട്. അർപ്പകൻ ആര് ഈ ആടിനെ ഹോമയാഗമായി അർപ്പിക്കാൻ കൊണ്ടുപോകുന്നുവോ ആ ആൾ ആ ആടിൻ്റെ തലയിൽ കൈവയ്ക്കണം. ആടിൻ്റെ തലയിൽ കൈവയ്ക്കണം. അർപ്പകൻ തലയിൽ കൈവയ്ക്കണം. 3-ാമത്തെ കാര്യം, അർപ്പകൻ തലയിൽ കൈവയ്ക്കണം. 4-ാം വാക്യം,
അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും. എന്നാൽ അത് പ്രായശ്ചിത്തമാകുവാൻ അവൻ്റെ പേര് സുഗ്രാഹ്യമാക്കും എന്ന് പറഞ്ഞാൽ, ഈ ആടിൻ്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ, ഹോമയാഗം അർപ്പിക്കുന്ന യാഗമൃഗത്തിൻ്റെ തലയിൽ അർപ്പകൻ കൈവയ്ക്കുമ്പോൾ, അവൻ്റെ പാപങ്ങളെല്ലാം ആ ആട്ടിൻകുട്ടിയിൽ ആവാഹിക്കപ്പെടുകയാണ്. അവൻ്റെ പാപങ്ങളെല്ലാം ആവാഹിക്കപ്പെട്ടതായ ആ ആട്ടിൻകുട്ടിയെയാണ് പാപത്തിൻ്റെ പരിഹാരമായി അർപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപങ്ങളെല്ലാം അതിൻ്റെ മേലാക്കണം, പാപം ഏൽപ്പിക്കണം. ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് അർപ്പകൻ ആട്ടിൻകുട്ടിയുടെ തലമേൽ കൈവച്ച് മുഴുവൻ പാപവും ആവാഹിക്കപ്പെട്ട ആട്ടിൻകുട്ടിയെയാണ് യാഗമായി അർപ്പിക്കുന്നത്. ഇനിയും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53:6 അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ക്രിസ്തുവായത്? യെശയ്യാവ് 53:6. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തനും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരുടെയും അകൃത്യം ആരുടെ മേൽ ചുമത്തി? അവൻ്റെ മേൽ ചുമത്തി. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും സകല പാപവും ആവാഹിക്കപ്പെട്ടവനായിട്ടാണ് ദൈവകുഞ്ഞാടായ ക്രിസ്തു ക്രൂശിൽ യാഗമായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തി തങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്നാലും അവൻ്റെ പാപത്തിന് പരിഹാരം ആരുടെ കയ്യിലുണ്ട്? യേശുവിൻ്റെ കയ്യിലുണ്ട്. മുഴുവൻ മനുഷ്യൻ്റെയും പാപം അവൻ്റെ മേൽ ചുമത്തി, മുഴുവൻ ലോകത്തിൻ്റെയും പാപം അവൻ്റെ മേൽ ചുമത്തി. യഹോവ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ അപരാധവും നമ്മുടെ എല്ലാവരുടെയും പാപവും അവൻ്റെ മേൽ ചുമത്തി. ഗത്സമനയിൽ വെച്ച് പാപം എന്തെന്നറിയാത്തവൻ പാപമാക്കപ്പെട്ടു. നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോൾ, അതുപോലെ കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരം നല്ലപോലെ വിയർക്കുമില്ലേ? എന്നാൽ യേശുവിന് മേൽ പാപമെല്ലാം ചുമത്തിയപ്പോൾ അവൻ്റെ ഇല്ലേ ചോര വിയർപ്പാക്കി നമ്മൾ പറയും. പക്ഷേ ചോര തന്നെ വിയർപ്പായിട്ട് ഒഴുകി, വലിയ വിയർപ്പ് തുള്ളികൾ പോലെ രക്തം ഒഴുകി. നമ്മുടെ എല്ലാവരുടെയും സകല മനുഷ്യരുടെയും പാപം പിതാവായ ദൈവം ആ പാപം എന്തെന്നറിയാത്തവൻ്റെ മേൽ ചുമത്തിയപ്പോൾ നമ്മുടെ എല്ലാം പാപം അവൻ്റെ മേൽ ചുമത്തി. തീർന്നില്ല. പ്രതീകാത്മകമായി നാം ചിന്തിക്കുമ്പോൾ പല തുറകളിലുള്ളവർ ആക്ഷരികമായി തന്നെ അവൻ്റെ തലയിൽ കൈവച്ചു. ഇവിടെ ഈ കുഞ്ഞാടിനെ അർപ്പിക്കാൻ കൊണ്ടുവരുന്നവൻ തൻ്റെ കൈ അതിൻ്റെ തലയിൽ വെച്ച് അവൻ്റെ പാപം അതിൻ്റെ മേൽ ആവാഹിക്കുന്നത് പോലെ പ്രതീകാത്മകമായി പിതാവായ ദൈവം സകല മനുഷ്യരുടെയും പാപം അവൻ്റെ മേൽ ആവാഹിച്ചു, അവൻ്റെ മേൽ ചുമത്തി. പാവമെന്നറിയാത്തവനെ അവൻ പാവമാക്കപ്പെട്ടവനായി. അപ്പോൾ എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്ന് നിലവിളിച്ചത് അപ്പോഴാണ്. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ചത് അപ്പോഴാണ്. കഴിയുമെങ്കിൽ ഒന്ന് നീക്കിത്തരുമോ എന്ന് വരെ ഒരവസരത്തിൽ കർത്താവ് പറഞ്ഞു പോയി. ഉടനെ പറഞ്ഞു, അല്ല പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. ആക്ഷരികമായി പ്രതീകാത്മകമായി പല തലങ്ങളിലുള്ള മനുഷ്യൻ്റെ കരങ്ങൾ അവൻ്റെ തലയിൽ വെച്ചു. മത്തായിയുടെ സുവിശേഷം 26 67 വാക്യം. ഈ കുഞ്ഞാടറുക്കാൻ കൊണ്ടുപോകുമ്പോൾ, കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ
കാൽവറി ക്രൂസാകുന്ന യാഗപീഠത്തെങ്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ പിതാവായ ദൈവം സകലരുടെയും പാപം അവനുമേൽ ചുമത്തി. മറ്റ് പലരും വന്ന് അവൻ്റെ തലയിൽ കൈവച്ചു. മത്തായി 26:67. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. ചിലർ അവൻ്റെ കന്നത്തടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അവരുടെ കൈ വന്ന് അവൻ്റെ തലയിൽ തൊടുകയായിരുന്നു. യഹൂദന്മാരുടെ കൈ. അവിടെ കൂടിയിരുന്ന യഹൂദന്മാർ അവരുടെ കൈ അവൻ്റെ തലയിൽ തൊട്ടു. അവരറിഞ്ഞില്ല. ദൈവവചനം നിവൃത്തിയാവുന്നത് അവരറിഞ്ഞില്ല. ഈ അറുക്കപ്പെടുന്നതായ കുഞ്ഞാട് ആർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്നുവോ അവൻ്റെ കൈ ആ കുഞ്ഞാടിൻ്റെ തലയിൽ തൊടണമായിരുന്നു. അവർ അവൻ്റെ ചെകിട്ടത്തടിക്കാനായിട്ടാണ് തൊട്ടതെങ്കിലും യഹൂദന്മാർ, ആ ദുഷ്ടന്മാർ അവൻ്റെ തലയിൽ കൈവച്ചു. കർത്താവ് മഹാപുരോഹിതൻ ചോദിച്ചതായ ചോദ്യം, മഹാപുരോഹിതനോട് കർത്താവ് പറഞ്ഞതായ മറുപടി ഇഷ്ടപ്പെടാത്തതിനാൽ യഹൂദന്മാർ അവൻ്റെ തലയ്ക്കടിച്ചപ്പോൾ, അവൻ്റെ ചെകിട്ടത്തടിച്ചപ്പോൾ അവരുടെ പാവവും ആ കുഞ്ഞാടിൻ്റെ മേൽ ആവാഹിക്കപ്പെടുകയായിരുന്നു. അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിൻ്റെ മേൽ യഹൂദന്മാർ അവരുടെ കൈ ആ കുഞ്ഞാടിൻ്റെ തലയിൽ വയ്ക്കുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 27 30 നാം വായിക്കുമ്പോൾ യഹൂദന്മാർ മാത്രമല്ല ജാതികളും അവൻ്റെ തലയിൽ കൈവച്ചു. ജാതികളും അവൻ്റെ തലയിൽ കൈവച്ചു. മത്തായിയുടെ സുവിശേഷം 27 30 പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു. പിന്നെ അവൻ്റെ മേൽ തുപ്പി അവരുടെ കൈ കൊണ്ട് കോലെടുത്തു, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, അവൻ്റെ തലയിൽ അടിച്ചു. ജാതികൾ, പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ച് കോലുകൊണ്ട് തലയിൽ അടിച്ചപ്പോൾ ജാതികളുടെ പാപവും ആ ദൈവ കുഞ്ഞാടിൻ്റെ മേൽ ആവാഹിക്കപ്പെടുകയായിരുന്നു. യഹൂദന്മാരുടെ പാപം അവൻ്റെ മേൽ ആവാഹിക്കപ്പെട്ടു. ജാതികളുടെ പാപം അവൻ്റെ മേൽ ആവാഹിക്കപ്പെട്ടു. ആ യാഗമൃഗത്തിൻ്റെ തലയിൽ എല്ലാവരും കൈവച്ചു. ദൈവത്തിന് സ്തോത്രം. നാം ഓർക്കണം, വന്നവൻ എല്ലാവരുടെ തലയിൽ കൈവച്ചു. ചിലർ വന്നു അവൻ്റെ കണ്ണ് പൊത്തി അവൻ്റെ തലയ്ക്കടിച്ചു, അവൻ്റെ ചെകിട്ടത്തടിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തല്ലിയ എൻ്റെ പേര് പറയാൻ പറഞ്ഞു. വന്നവൻ അവനെ തൊട്ടു. തല്ലാൻ തോന്നവൻ തല്ലി, തുപ്പാൻ തോന്നിയവൻ തുപ്പി. അവൻ്റെ മേൽ അവർക്ക് ബോധിച്ചതെല്ലാം ചെയ്തു. അവരെല്ലാം അവനെ കയ്യേറ്റു എന്നാണ് വായിക്കുന്നത്. ആ ജനമെല്ലാം അവനെ കയ്യേറ്റു. എല്ലാവരും അവനെ കൈവയ്ക്കാൻ തക്കവണ്ണം, അവൻ്റെ മേൽ കൈവയ്ക്കാൻ തക്കവണ്ണം ദൈവ കുഞ്ഞാട് നിന്ന് കൊടുക്കുകയാണ്. എല്ലാവരും അവൻ്റെ മേൽ കൈവയ്ക്കാൻ. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാട് നമ്മൾ പാടാറുണ്ട്. നമുക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട് അവൻ നമ്മുടെ അരികിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവനും തൊടാൻ തോന്നുന്നുണ്ടോ? കർത്താവേ, എൻ്റെ പാപങ്ങളെല്ലാം ഒന്ന് ആവഹിക്കുവാൻ യേശുവിനെ തൊട്ടുകൊള്ളുക, അവൻ്റെ കാൽക്കൽ വീണുകൊള്ളുക, അവൻ്റെ പാദത്തിൽ വീണുകൊള്ളുക. അവൻ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിന് മഹത്വം. ക്രിസ്തു സകലരുടെയും പാപങ്ങൾ ഏറ്റെടുത്തു. ആ യാഗമൃഗത്തിൻ്റെ തലയിൽ എല്ലാവരും കൈവച്ചു. നമ്മൾ തന്നെ നമ്മുടെ പാപം ഏറ്റെടുക്കുവാൻ തയ്യാറാകാത്ത സ്ഥാനത്താണ് ക്രിസ്തു സകലരുടെയും പാപം ഏറ്റെടുത്തത്. നമ്മൾ തന്നെ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകാത്തതായ സ്ഥാനത്ത് ദൈവത്തിന് സ്തോത്രം, ക്രിസ്തു സകലരുടെയും പാപം ഏറ്റെടുത്തു. അന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാം പാപം ചെയ്തപ്പോൾ ആദാം പോലും ആ പാപം ഏറ്റെടുക്കാൻ തയ്യാറായില്ല.
ആദാം എന്താ ചെയ്തത്? നീ തന്ന സ്ത്രീ എനിക്ക് തന്നു, നീ തന്ന സ്ത്രീ തന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ തലയിലേക്ക് ആ പാവം വെച്ചു കൊടുത്തു. ആദാം ഏറ്റെടുത്തില്ല. ആദാം തെറ്റ് ചെയ്തു, ആദാം പാപം ചെയ്തു. ദൈവം അടുക്കൽ വന്ന് ചോദിച്ചപ്പോൾ അവൻ ചെയ്ത പാപം അവൻ പോലും ഏറ്റെടുത്തില്ല. ആ പാപം ദൈവത്തിൻ്റെ തലയിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. നീ എന്നോട് ഇപ്പം നീ തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു. സ്ത്രീയും അവളുടെ തെറ്റ് ഏറ്റെടുത്തില്ല. അവൾ ആ തെറ്റ് പാമ്പിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. ആ പാമ്പിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. സ്വയം ഏറ്റെടുക്കാൻ മനസ്സിലായിരുന്നു. എന്നാൽ യേശു നമ്മുടെ എല്ലാവരുടെയും പാപം ഏറ്റു. നമ്മുടെ എല്ലാവരുടെയും പാപം യേശു ഏറ്റെടുത്തു. ഞാൻ സാധു കൊച്ചുമുന്തവിശയെ പാടിയ ഒരു 2 ലൈൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്കത് പാടാൻ അറിയില്ല, ട്യൂണും അറിയില്ല. സാധു കൊച്ചുമുന്തവിശ പാടിയത് ഇങ്ങനെയാണ്: യൂതന്മാർക്കും റോമാക്കാർക്കും പട്ടാളക്കാരല്ലാത്തോർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ കുഞ്ഞാട് പോൽ നിന്നല്ലോ നീ എന്ന്. യൂതന്മാർക്കും റോമാക്കാർക്കും പട്ടാളക്കാരല്ലാത്തോർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ കുഞ്ഞാട് പോൽ നിന്നല്ലോ നീ. നമ്മുടെ പാപങ്ങൾക്കെല്ലാം അവൻ പരിഹാരം വരുത്തുവാൻ, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കാൻ എല്ലാവർക്കും അവനിൽ കൈവയ്ക്കാം. അവരുടെ പാപങ്ങളെല്ലാം ചുമക്കാൻ കുഞ്ഞാട് പോൽ നിന്ന യേശു. ഞാൻ പറഞ്ഞല്ലോ, ഈ ലേവ്യ പുസ്തകവും യാഗങ്ങളെക്കുറിച്ചും സമാഗമന കൂടാരത്തെക്കുറിച്ചും എല്ലാം പഠിക്കുമ്പോൾ വാസ്തവത്തിൽ യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുകയാണ്. നമ്മുടെ ബുദ്ധി നിറയ്ക്കാനല്ല നാം പഠിക്കുന്നത്, അറിവ് വർദ്ധിപ്പിക്കാനല്ല നാം പഠിക്കുന്നത്, നമ്മുടെ യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയണം. ഇല്ലേ? അറിയും തോറും കർത്താവിനോടുള്ളതായ സ്നേഹം വർദ്ധിച്ച് വരുന്നില്ലേ? യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള കൊതി വരുന്നില്ലേ? യേശു ആഗ്രഹിക്കുന്ന പോലെ ജീവിതം ക്രമീകരിക്കാനുള്ള കൊതി വരുന്നില്ലേ? ഭാഗ്യമാണ്, ആത്മാവാണ് വരുന്നത്. യേശു ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനുള്ള കൊതി, അതാണ് വചനം പഠിക്കുമ്പോൾ ലഭിക്കുന്നത്. മറ്റ് പലതും പഠിക്കുന്നതിൽ നിന്നും ദൈവവചനം പഠിക്കുന്നതിൻ്റെ വ്യത്യാസം അതാണ്. ദൈവവചനം പഠിക്കുമ്പോൾ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കും, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കും, ദൈവം പ്രസാദിക്കുന്നത് ജീവിക്കാനുള്ള കൊതി കൂടും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. 3-ാമത്തെ കാര്യം, അർപ്പകൻ അതിൻ്റെ തലയിൽ കൈവയ്ക്കണം. 4-ാമത്തെ കാര്യം 5-ാം വാക്യം, ലേവ്യ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. 4-ാമത്തെ കാര്യം, രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അതിൻ്റെ രക്തം മുഴുവനും യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. ക്രിസ്തുവിൻ്റെ രക്തം മുഴുവനും തളിച്ചു. രക്തം മുഴുവനും തളിച്ചു. ഈ സാധാരണ വാസ്തവത്തിൽ പിലാത്തോസിൻ്റെ അരമനയിൽ മുതൽ കർത്താവ് അടി കൊണ്ടു, ചമ്മട്ടി കൊണ്ടുള്ളതായ അടി കൊണ്ടു. ശരീരം ഉഴവുചാല് പോലെ കീറി മുറിഞ്ഞു. ഉഴവുചാല് പോലെ എന്ന് പറഞ്ഞാൽ ഈ കുതിരയുടെ തുകൽ ചെറിയ നൂല് പോലെ, വള്ളി പോലെ കീറിയെടുത്ത തുകലിൻ്റെ അറ്റത്ത് ചൂണ്ടക്കൊളുത്ത് പോലെയുള്ള ഒരു അങ്ങനെയുള്ള ചമ്മട്ടി ഉണ്ടാക്കുന്നത്. അവൻ്റെ വസ്ത്രം മാറ്റി അവൻ്റെ പച്ച ശരീരത്തിലേക്ക് അതങ്ങ് അടിക്കുമ്പോൾ ആ ചൂണ്ടക്കൊളുത്തെല്ലാം മാംസത്തിൽ ഉടക്കി നിൽക്കും. ഒരൊറ്റ വലിയാണ്. ഉഴവുചാല് പോലെ കീറി മുറിഞ്ഞു, അടി കൊണ്ട് തകർന്നു. മുൾക്കിരീടം തലയിൽ വെച്ച് കോലുകൊണ്ട് അടിച്ചതങ്ങ് തറയ്ക്കുകയാണ്. ഇല്ലേ? മുഖത്തെ രോമം വലിച്ച് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ശരീരം മുഴുവൻ മുറിഞ്ഞ് രക്തം ഒഴുകുന്നുണ്ട്.
ക്രിസ്തുവിൻ്റെ രക്തം മുഴുവൻ ഒഴുകുന്നുണ്ട്. കൈകളിലും കാലുകളിലും ആണി തറച്ചു, മുഴുവൻ രക്തവും ഒഴുകി. ഇങ്ങനെ മുറിവേറ്റ് രക്തം വാർന്ന് മരിക്കുന്നതായ ഒരാൾ മുറിവേറ്റ് രക്തം വാർന്ന് മരിക്കുമ്പോൾ ഈ ഹൃദയമുള്ള രക്തം, ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, ഇപ്പം ലാസ്റ്റ് പമ്പിങ്, ഹൃദയത്തിൻ്റെ ലാസ്റ്റ് സ്പന്ദനം, മരിച്ചു. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ അകത്ത്, അല്ലേ, ഹാർട്ടിലാണുള്ള ബ്ലഡ് എല്ലാം പമ്പ് ചെയ്യുന്നത്, ഹൃദയത്തിൻ്റെ അകത്ത് ഒരല്പം രക്തമുണ്ടാകും, ഒരു കുറച്ച് ബ്ലഡ് ബാലൻസ് നിൽക്കും ഹൃദയത്തിൽ, ഹാർട്ടിൽ. ബാക്കി മുഴുവൻ രക്തവും വാർന്നുപോയി. പക്ഷേ ഹൃദയത്തിൽ ഒരല്പം ബ്ലഡ് ബാലൻസ് നിൽക്കും. എന്താ കാണുന്നത്? ആ ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ, ആ യാഗപീഠത്തിൽ കിടക്കുമ്പോൾ തന്നെ പടയാളിൽ ഒരുത്തൻ വന്ന് കുന്തം കൊണ്ട് ആ ഭാഗത്ത്, ആ ബ്ലഡ് ഹാർട്ടിൽ എവിടെയാണോ ബ്ലഡ് അല്പം കിടക്കുന്നത് ആ ഭാഗത്തേക്ക് കുന്തം കൊണ്ട് കുത്തി അത് ഊരിയെടുത്തപ്പോൾ ആ രക്തവും വെള്ളവും, മുഴുവൻ രക്തവും യാഗപീഠത്തിൽ ചുറ്റും തളിക്കണം. യോഹന്നാന്റെ സുവിശേഷം 19:30 നിറവേറുന്നതാണ്. 34, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യം, രക്തവും വെള്ളവും ഹൃദയം തുളഞ്ഞ് പുറത്തേക്ക് ഒഴുകി. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അപ്പോൾ ആ വിലാപ്പുറത്ത്, ഹാർട്ടിൻ്റെ കൃത്യ പൊസിഷനിൽ, ആ കൃത്യസ്ഥാനത്ത് കുന്തം കുത്തുളഞ്ഞു. അല്പം രക്തം ബാലൻസ് കിടന്നത്, അതും കൂടി അങ്ങ് ഒഴുകി. ദൈവത്തിന് സ്തോത്രം. രക്തം മുഴുവൻ യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. 5-ാമത്തെ കാര്യം, 1-ാം അധ്യായം 6-ാം വാക്യം, യാഗമൃഗം അതിൻ്റെ തോലുരിക്കണം. യാഗമൃഗത്തിൻ്റെ തോല് ഉരിക്കണം. അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. തോലുരിക്കണം. ഈ യാഗമൃഗത്തിൻ്റെ തോലുരിയണം. ഇവിടെ മുതൽ നമുക്ക് കൂടെയുള്ള ചില കാര്യങ്ങൾ വരികയാണ്. നമുക്കും ബാധകമായ ചില കാര്യങ്ങൾ വരികയാണ്. യാഗമർപ്പിക്കാനായിട്ട് കാളയെ കൊണ്ടുവന്നപ്പോൾ ആ കാളയുടെ നെറ്റിയിൽ ഒരു ചുട്ടിയുള്ള കറുത്ത കാളയായിരുന്നു. ഇല്ലേ, അങ്ങനെയല്ല അറിയുന്നത്, ഇല്ലേ? ഒരു കാളയെ, ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു ആടിനെയൊക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? കറുത്ത കാള, അതിൻ്റെ നെറ്റിയിൽ ഒരു വെളുത്ത ചുട്ടിയുണ്ട്. ഒരു പുള്ളിയുള്ള കാള, ചുമന്ന കാള, ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ആടുകളെയും കാടുകളെയും ഒക്കെ പുള്ളിയും മറുവും ഉള്ളവ. ഇങ്ങനെയൊക്കെയല്ലേ യാക്കോബ് അങ്ങനെയല്ലേ തൻ്റെ ആട്ടിൻകൂട്ടത്തെ വേർതിരിക്കുന്നത്, പുള്ളിയും മറുവും ഉള്ളവ. അങ്ങനെ വരുന്ന കാളുകളെല്ലാം ഓരോരോ അടയാളങ്ങളാണ്. അപ്പം അത് വെച്ച് ഇന്നയാളുടെ കാള എന്നെല്ലാം അറിയാം, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. എന്നാൽ യാഗപീഠത്തിലേക്ക് വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ആ കാളയുടെ തൊലി അങ്ങ് ഉരിഞ്ഞു കളയും, തൊലി ഉരിക്കും. എന്ന് പറഞ്ഞാൽ അതുവരെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ഇന്നയാളുടെയാണ്, ഇന്നത് കറുത്തതാണ്, വെളുത്തതാണ്, ചുവന്നതാണ്, അല്ലേ? യാക്കോബക്കാരനാണ്, ഓർത്തഡോക്സുകാരനാണ്, പെന്തക്കോസുകാരനാണ്, കത്തോലിക്കനാണ്, ഇല്ല, ഇതൊക്കെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞത്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്? ഇല്ലേ, അവൻ ഇന്ന ഓരോ ഐഡൻറ്റിറ്റിയാണ്. ഇന്നയാളാണ്, ഇന്നോടത്തെ വലിയ ആളാണ്, ഇന്ന പാരമ്പര്യമുണ്ട്, അവിടെയാണ്, ഇതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവൻ്റെ ഇന്നതാണ്. എന്നാലും പല ഐഡൻറ്റിറ്റി ഉണ്ട്. എന്നാൽ യാഗപീഠത്തിലേക്ക് അങ്ങ് വെക്കുമ്പോൾ, നമ്മെ തന്നെ ദൈവം പ്രസാദിക്കുന്നൊരു യാഗമായി സമർപ്പിക്കുമ്പോൾ ഈ ഐഡൻറ്റിറ്റി അങ്ങ് ഉരിഞ്ഞു കളയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെൻ്റെ കാളയാണ്, ഇത് അവൻ്റെ കാളയാണ്, നെറ്റിയിൽ ചുട്ടിയുള്ള കറുത്ത കാള അത് ഇന്നയാളുടെ കാളയാണ്, ഇങ്ങനെയുള്ളതായ ഐഡൻറ്റിറ്റി ഒന്നും തൊലി അങ്ങ് ഉരിഞ്ഞു കളഞ്ഞാൽ പിന്നെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തു ലോകരക്ഷകനാണ്, പിന്നെ ഐഡൻറ്റിറ്റി ഇല്ല. യഹൂദനായിട്ടാണ് ജനിച്ചത്, യൂദാ ഗോത്രത്തിലാണ് ജനിച്ചത്. എന്നാൽ യേശു രക്ഷിതാവായി ക്രൂശിക്കപ്പെടുമ്പോൾ
ലോകരക്ഷിതാവായിട്ടാണ് യേശു. ഈ കാര്യം ആദ്യം വെളിപ്പെട്ടത് ശമരിയക്കാർക്കാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എല്ലാവരുടെയും രക്ഷകനാണെന്നുള്ളത്, ലോകരക്ഷകനാണെന്നുള്ളത് ആദ്യം വെളിപ്പെട്ടത് ശമരിയക്കാർക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 42-ാം വാക്യം. ആ വാക്യം നമ്മൾ മനപ്പാഠം വെച്ചിരിക്കുന്നല്ലേ. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ആരാണ്? ലോക രക്ഷിതാവാണ്. യഹൂദന്മാരുടെ മാത്രമല്ല, ഈ ലോകത്ത് ജനിക്കുന്ന സകലരുടെയും രക്ഷിതാവാണ് ആര്? യേശുക്രിസ്തു. എന്നാൽ അത് അനുഭവമാക്കണമെങ്കിൽ അവനൊന്ന് തൊടണം, അല്ലാതെ പറ്റില്ല. അർപ്പിക്കാൻ വരുന്നവൻ എന്ത് ചെയ്യണം? അതിൻ്റെ തലയിൽ യേശുവിൻ്റെ അടുത്ത് എന്നൊന്ന് തൊടണം. യേശുവിനെ തൊടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. യേശുവിനെ തൊടുക, അടുത്ത് ചെന്ന് തൊടണം, പിന്നെ അകലമില്ല. എന്ന് പറഞ്ഞാൽ യേശുവിലാകണമെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാപങ്ങൾ അവനുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധമുണ്ടാകണമെന്ന്. യേശുക്രിസ്തു എല്ലാവരെയും രക്ഷകരാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യമൊന്നുമില്ല. അവൻ്റെ അടുത്ത് ചെന്ന്, കുരിശിൻ്റെ ചുവട്ടിൽ ചെന്ന് അവൻ്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അതാണ് ആവാഹിക്കപ്പെടുക എന്ന് പറഞ്ഞത്. അവനെ തൊടണം എന്ന് പറഞ്ഞാൽ അകറ്റുന്ന പാപം മുഴുവൻ കളയണം, ഇല്ലേ? നമ്മളെ അകറ്റുന്നത് എന്താണ്? ദൈവത്തിന് അകറ്റുന്നത് എന്താണ്? നമ്മുടെ പാപങ്ങൾ. നിങ്ങളുടെ പാപങ്ങൾ അത്രയും നിങ്ങൾ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ തൊടുക എന്ന് പറഞ്ഞാൽ അകലങ്ങ് പോവുക, മുഴുവൻ പാപവും അവൻ്റെ മേൽ ആവാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അപ്പോൾ വ്യക്തിപരമായ അനുഭവം കൊണ്ട് യേശു ലോകരക്ഷകനാണ്, എല്ലാവരുടെയും രക്ഷകനാണെന്ന് പറഞ്ഞാൽ നാം രക്ഷപ്പെടുകയില്ല. രക്ഷപ്പെടണമെങ്കിൽ അവൻ്റെ മേൽ കൈ വയ്ക്കണം. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി, അവൻ യഹൂദന്മാരുടെ രക്ഷകനല്ല, ലോകരക്ഷകനാണ്. അവൻ്റെ തൊലി ഉരിഞ്ഞു. അവൻ എല്ലാവർക്കും വേണ്ടിയാണെന്നുള്ളത് ആദ്യമായി വെളിപ്പെട്ടത് ശമരിയക്കാർക്കാണ്. എന്നാൽ പത്രോസിനെ ഈ സത്യമൊന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്കൊന്ന് വിടുവാൻ ദൈവത്തിന് 3 പ്രാവശ്യം ഇടേണ്ടി വന്നു. ബൈബിൾ അറിയാവുന്ന നിങ്ങളോട് വിശദീകരിക്കണം എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പത്രോസ് അവിടെ പോകുമായിരുന്നോ? ജാതികളുടെ അടുക്കലേക്ക് പോകാൻ മടിയുള്ളവനായിരുന്നു, പോകില്ലായിരുന്നു. എന്നാൽ ഞാൻ ലോകരക്ഷിതാവാണ്, കൊർന്നല്യോസിൻ്റെ വീട്ടിൽ കൂടി വന്നിരിക്കുന്ന ജാതികളെയും രക്ഷിക്കുന്ന രക്ഷകനാണ് എന്ന് പത്രോസിനെ മനസ്സിലാക്കി കൊടുക്കാൻ 3 പ്രാവശ്യം ദൈവത്തിന് ഇടപെടേണ്ടി വന്നു. തുപ്പൊട്ടി ഒന്ന് ഇറങ്ങി വന്നു, ഇല്ല ഞാൻ തൊടൂല. വീണ്ടും 2ാമത് ഇറങ്ങി വന്നു, തൊട്ടില്ല. 3 പ്രാവശ്യം ദൈവത്തിന് ഇടപെടേണ്ടി വന്നു. ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിലോ? നമ്മുടെ കാര്യത്തിൽ നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേറെ ഐഡൻറ്റിറ്റി ഒന്നുമില്ല. ഒറ്റ ഐഡൻറ്റിറ്റി, ഒറ്റ അഡ്രസ്സേ ഉള്ളൂ. ദൈവ മക്കൾ എന്ന ഒരൊറ്റ അഡ്രസ്സേ ഉള്ളൂ. അവിടെ യഹൂദൻ എന്ന വ്യത്യാസം പിന്നെയില്ല, യവനൻ എന്ന വ്യത്യാസം പിന്നെയില്ല, സ്ത്രീ എന്ന വ്യത്യാസവും പുരുഷനെന്ന വ്യത്യാസവും പിന്നെയില്ല. നാം എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്ന്. ഗലാത്യർ 3:27-28. ഈ തൊലി ഉരിഞ്ഞു മറിച്ച പ്രയാസമല്ലേ? ഇന്ന് പലരും ദൈവസന്നിധിയിൽ വന്നാലും ഈ തൊലി അങ്ങ് ഉരിഞ്ഞു മാറുന്നില്ല. അതുകൊണ്ടല്ലേ ഈ കക്ഷി വഴക്കുകളും ഈ ചേരിത്തിരിവുകളും പോരും എല്ലാം ഉണ്ടാവുന്നത്, അല്ലേ? ഈ തൊലി ഉരിയണം. ഇച്ചിരി വേദനയല്ലേ? തൊലി ഉരിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി വേദനയുള്ള കാര്യമാണ്, ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, അല്ലേ? പലരും ദൈവസന്നിധി വരുന്നെങ്കിലും തൊലി ഉരിയുന്നില്ല. ഈ ഒരു സ്നേഹമാണ് നമ്മിൽ വരേണ്ടത്. നാം എല്ലാവരും ഏത് സഭയിൽപ്പെട്ടവനായിക്കൊള്ളണം, എല്ലാവരെയും സ്നേഹിക്കണം. ഏത് സഭയിൽപ്പെട്ടവനായിക്കൊള്ളണം, ദൈവമക്കൾ എന്ന ഒറ്റ അഡ്രസ്സേ നമുക്കുള്ളൂ.
ദൈവത്തിന് സ്തോത്രം. ഏത് കൂട്ടായ്മയിൽ പോകുന്നതുമായിക്കൊള്ളട്ടെ, ഏത് സഭയിൽപ്പെട്ടവനുമായിക്കൊള്ളട്ടെ, അവൻ ദൈവവേദലാണെങ്കിൽ, ഈ ക്രൂസാകുന്ന യാഗപീഠത്തിങ്കിൽ മേൽ അർപ്പിക്കപ്പെട്ടവനാണെങ്കിൽ, ക്രിസ്തുവിൽ ആയവനാണെങ്കിൽ, നാം എല്ലാവരും ആരാണ്? ദൈവമക്കളാണ്. പിന്നെ വേർതിരിവുകളില്ല, വ്യത്യാസങ്ങളില്ല, ഐഡന്റിറ്റി മാറി, തൊലി ഉരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഗലാത്യർ 3:27-28. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനോട് ചേർന്നവരെല്ലാവരും, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങളെല്ലാവരും. അപ്പം ഇനി ഇവിടെ ഞാൻ ചേർന്നിട്ടുണ്ട്, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല എന്ന് നീ അങ്ങനെ കുഴങ്ങാനൊന്നും പോകണ്ട. അത് സ്നാനത്തെക്കുറിച്ചുള്ള വിശ്വാസം പഠിപ്പിക്കുന്ന ഭാഗമല്ല. നമ്മൾ അന്ന് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നിട്ടുള്ളവർ ക്രിസ്തുവിനോട് ചേർന്നവരാണ്. ക്രിസ്തുവിനോട് ചേരാനാണ് സ്നാനം. ക്രിസ്തുവിനോട് ചേർന്നവരെല്ലാവരും, ക്രിസ്തുവിനോട് ചേർന്നവരെല്ലാവരും ആരാണ്? നാം എല്ലാവരും. ഇനി യഹൂദനെന്ന വ്യത്യാസമില്ല, യവനെന്ന വ്യത്യാസമില്ല, സ്ത്രീ എന്ന വ്യത്യാസവുമില്ല, പുരുഷനെന്ന വ്യത്യാസവുമില്ല. നാം എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ഇന്ന് പലരുടെയും ഈ തൊലി ഉരിഞ്ഞിട്ടില്ല. പുള്ളിയുള്ളതും ചുമന്നതും കറുത്തതും വെളുത്തതും ചുട്ടിയുള്ളതും ഒക്കെ ആയിട്ടങ്ങ് ഇരിക്കുക. എന്നാൽ യാഗപീഠത്തിൽ അർപ്പിക്കുമ്പോൾ, യാഗപീഠത്തിൽ എത്തുന്നതുവരെ അങ്ങനെയാണ്. ഈ ആലയത്തിൻ്റെ വാതിൽക്കൽ വരുന്നവരെ അങ്ങനെയാണ്. പക്ഷേ ആ യാഗമൃഗത്തെ തൊലി ഉരിച്ച്, എന്ന് വെച്ചാൽ കൊന്ന് തൊലി ഉരിച്ച് മരിക്കണം, പാപം സംബന്ധമായി മരിക്കണം. അത് സ്നാനം. പഴയ മനുഷ്യൻ മരിക്കണം, കൊല്ലണം, മനഃപൂർവ്വം കൊല്ലണം. ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് മനഃപൂർവ്വം കൊല്ലണമെന്ന്. പഴയ മനുഷ്യനെ കൊന്നിടണം, പാപപ്രകൃതങ്ങളെ കൊന്നിടണം, മരിക്കണം. യാഗമൃഗത്തെ കൊല്ലണം, കൊന്നിട്ടോ അതിനെ തൊലി ഉരിക്കണം. തൊലി ഉരിഞ്ഞ് അതുവരെ ഈ ആലയത്തിൻ്റെ വാതിൽക്കൽ വരുന്നത് വരെ, യാഗപീഠത്തിൻ്റെ അടുക്കൽ വരുന്നത് വരെ കറുത്തതും പുള്ളിയുള്ളതും വരെയുള്ളതും ഒക്കെയാണ്. പക്ഷേ അവിടെ വെച്ച് കൊന്നു, സ്നാനത്തെ അതിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു. അപ്പോൾ ആ കൊല നടന്നു, പഴയ മനുഷ്യൻ മരിച്ചു, പഴയ സ്വഭാവം മരിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ്? അടുത്ത കാര്യം എന്താ? അതിൻ്റെ തൊലി ഉരിയണം. തൊലി ഉരിഞ്ഞ് യാഗപീഠത്തിലായി കഴിയുമ്പോൾ പിന്നെ അവിടെ കറുത്തതുമല്ല ചുവന്നതുമല്ല, എല്ലാവരും ഒരുപോലെ. കർത്താവേ, അതുപോലൊരു സ്നേഹം ഞങ്ങൾക്ക് തരണം. ഞങ്ങളെല്ലാം ദൈവമക്കളാണ്. നമ്മുടെ ഐഡന്റിറ്റി അതാണ്. യാഗമൃഗത്തിൻ്റെ തൊലി ഉരിയണം. സമയം കടന്നു പോയല്ലോ, ഇല്ലേ? സമയമായില്ലേ? അല്ലേ? ക്ലിയർ? സമയമായില്ലേ? ഞങ്ങളുടെ ടൈം മാറി. ഇവിടുത്തെ ടൈം 1 മണിക്കൂർ ഈ കഴിഞ്ഞ ഞായറാഴ്ച ക്ലോക്ക് മാറ്റി വെച്ചു. ഞാൻ നിർത്തുകയാണ്. ഇനിയുണ്ട് 2 കാര്യം കൂടെ ഉണ്ട്. 5 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. യാഗമൃഗ ഊനമില്ലാത്തതായിരിക്കണം, വാതിൽക്കൽ വച്ച് അർപ്പിക്കണം, 3 അർപ്പകൻ തലയിൽ കൈവയ്ക്കണം, 4 രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം, 5 തോലുരിക്കണം. 2 കാര്യങ്ങൾ കൂടെയുണ്ട്. അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ തോലുരിച്ച് കളയണമേ. ഞങ്ങൾക്ക് തമ്മിൽ ഞങ്ങളെല്ലാം ഒന്നാണ്, ഒരപ്പൻ്റെ മക്കളല്ലേ. നമ്മുടെ തലകളെ വണക്കാം. ദൈവസമയം തമ്മെ തന്നെ താഴ്ത്തി കൊടുക്കും. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ തോൽ ഉരിഞ്ഞു കളയാൻ ഞങ്ങൾ വന്നു, ദൈവസനിൽ വന്നു, ശരിയാണ്. ഒരു മാനസാന്തരം കിട്ടി, ശരിയാണ്. സമർപ്പണം കിട്ടി, ശരിയാണ്. പഴയ പാവപ്രകടങ്ങൾ പലതും കൊന്നു. ഇന്നില്ല. മദ്യപാനത്തെ കൊന്നു കളഞ്ഞു, പഴയ മനുഷ്യനെ കൊന്നു, ശരിയാ. പക്ഷേ തോലുരിഞ്ഞോ? ഒന്ന് ജീവിതത്തിലേക്ക് നോക്കുമോ? എൻ്റെ തോലുരിഞ്ഞു മാറിയോ? ഞാൻ എൻ്റെ സ്വയം, എൻ്റെ അറിവ്, എൻ്റെ ജ്ഞാനം, എൻ്റെ കൂട്ടായ്മ, എൻ്റെ സഭ, എൻ്റെ പാരമ്പര്യം,
ആ ഐഡൻറ്റിറ്റി മാറിയോ? ഇല്ല കർത്താവേ, ഞങ്ങളെല്ലാം ദൈവമക്കളാണ്. ഞങ്ങളെല്ലാം ദൈവമക്കൾ. നാം എല്ലാവരും ക്രിസ്തുയേശുവിലൊന്ന്. കറുത്തതും പുള്ളിയുള്ളതും ചുട്ടിയുള്ളതും വരയുള്ളതും ചുമന്നതും എല്ലാം യാഗപീഠത്തിൽ കിടക്കുന്നത് കാണുമ്പോൾ, ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് കാണുമ്പോൾ എല്ലാം ഒരുപോലെ. കർത്താവേ, ഞങ്ങൾക്ക് ഈ ഒരു കാഴ്ചപ്പാട് തരണമേ. ആത്മാവി അനുഭവത്തിലേക്ക് ഞങ്ങൾ നടത്തണമേ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ ക്ലാസ്സിനായി സ്തോത്രം. ഞങ്ങൾക്ക് അപ്പരോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് തരുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെല്ലാം തികഞ്ഞവരായി മാറുവാൻ സ്വർഗം ഞങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്നതോർത്ത് സ്തോത്രം. എല്ലാ മഹത്വവും അവിടുന്ന് മാത്രം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.